മോന് സുഖമില്ലാത്തതുകൊണ്ട് അവൻ ഇന്ന് സ്കൂളിലൊന്നും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ടേ. രാവിലെ നല്ല ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോഴും അവന് ഒത്തിരി ഒന്ന് പനിക്കുന്നുണ്ട്, പിന്നെ തലവേദന എടുക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഞാനൊന്ന് ടെമ്പറേച്ചർ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടെമ്പറേച്ചർ നോക്കിയിട്ട് മെഡിസിൻ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ടെമ്പറേച്ചർ നോക്കുന്നുണ്ടേ. അവന് നല്ല ക്ഷീണമുണ്ട് കേട്ടോ. പക്ഷേ അവൻ എത്ര വയ്യെങ്കിലും അവൻ അങ്ങനെ ശല്യം ചെയ്യാനൊന്നും വരില്ല കേട്ടോ. ഇങ്ങനെ ഒതുങ്ങിയിരിക്കും. പനിയാണെങ്കിലും അവൻ ചുരുണ്ടങ്ങനെ കിടക്കേ ഉള്ളൂ കേട്ടോ. നമ്മൾ പോയി ചോദിക്കുമ്പോഴാണ് അവന് സുഖമില്ല എന്നൊക്കെ പറയുന്നതേ. അങ്ങനെ ഞാൻ ടെമ്പറേച്ചർ നോക്കിയപ്പോൾ ടെമ്പറേച്ചർ ഒന്നും ഇല്ലായിരുന്നേ. അപ്പോൾ അവന് വിശക്കുന്നെന്ന് പറഞ്ഞു. കഴിക്കാൻ എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ദോശയ്ക്കകത്ത് പഞ്ചസാരയും തേങ്ങ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് വല്ലപ്പോഴും ഉണ്ടാക്കി കൊടുത്താലേ കഴിക്കുള്ളൂ. അങ്ങനെ എന്നും ഉണ്ടാക്കി കൊടുത്താൽ ഇതൊന്നും കഴിക്കില്ല കേട്ടോ. അവൻ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതുകൊണ്ട് അവൻ കഴിച്ചോളും. അതുകൊണ്ട് ഞാൻ അവന് മാത്രമായിട്ട് ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ. മറ്റ് 2 മക്കളും ഇത് കഴിക്കില്ല കേട്ടോ. അവർക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ അവന് ആവശ്യമുള്ള മാവ് മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ട് ഒന്ന് ദോശ മാവിൻ്റെ ആ പരുവത്താക്കിയിട്ടുണ്ടേ. അങ്ങനെ ഇത് ദോശക്കല്ലൊക്കെ ചൂടായപ്പോൾ ഞാനൊന്ന് മാവ് പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അതിനകത്ത് കുറച്ച് തേങ്ങയും പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ദോശ ഒന്ന് റെഡിയായി. അങ്ങനെ ഇത് ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുന്നു, പിന്നെ ഇതാ കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുന്നു കേട്ടോ. ഈ സ്ഥാനത്ത് കുറച്ച് ശർക്കരയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ശർക്കര ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തേ. അങ്ങനെ ഇത് അത് വേകുന്ന സമയം കൊണ്ട് ഒരു കട്ടനും കൂടെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കട്ടനും കൂടെ വെള്ളം ഇത് അടുപ്പത്തോട്ട് വെച്ചേ. അപ്പോഴത്തേക്കും ദോശയൊന്ന് വെന്തിരുന്നു. അപ്പോഴും ഞാൻ ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തു കേട്ടോ. ഒരു സൈഡ് മറിച്ചിട്ട് കൊടുത്തു. അതൊന്ന് ഇത്തിരി ചൂടായി വന്നപ്പോൾ മറു സൈഡും കൂടെ ഇട്ട് കൊടുത്തു. അങ്ങനെ ഇതാ ദോശയൊന്ന് റെഡിയാക്കി എടുത്തേ. അപ്പോഴത്തേക്കും വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ തേയിലപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് പിന്നെ പഞ്ചസാര ഇട്ട് കൊടുത്ത് അതും റെഡിയാക്കി കേട്ടോ. അങ്ങനെ അവനെ കുറച്ചൊന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ ഒന്ന് വാഴയില ഒന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടേ. എന്നിട്ട് അതിൽ ദോശ ഇട്ട് പിന്നെ ഇതാ കട്ടനും എടുത്തിട്ടുണ്ട് കേട്ടോ. കൊണ്ടു കൊടുത്തപ്പോഴത്തേക്കും അവന് ചെറിയൊരു സന്തോഷമൊക്കെ തോന്നുന്നു മുഖത്ത് കേട്ടോ. അവന് ഒട്ടും വയ്യ. അങ്ങനെ ഞാൻ വാരി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും വേണ്ട, അവിടെ വയ്ക്കി ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ ടീപ്പോയുടെ പുറത്തൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ടേ. അങ്ങനെ അവൻ തന്നെ വാരി കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.